നിങ്ങൾ പെരുന്നാളിന് ഇതുപോലെയുള്ളൊരു ചോറുണ്ടാക്കി കഴിച്ചിനാ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനു വേണ്ടി 1 കിലോ മന്തി റൈസില്ലേ അതെടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ പൊതിർത്തി കൊടുക്കണം. നല്ലവണ്ണം വെള്ളമൊഴിച്ച് പൊതിർത്തി കൊടുക്കണം. വേണമെങ്കിൽ ഇപ്പം തന്നെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് മൂടി വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി. ഒരു 3 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള പീസ് എടുക്കണം. അതിന് കീറിട്ട് കൊടുക്കണം. ഉള്ളിലേക്ക് മസാലയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഓവറായിട്ട് ഒഴിക്കരുത്, ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അറേബ്യൻ മന്തി മസാലയാണ്. ഇത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ മസാല ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ. മാഗി ക്യൂബിൽ നിന്ന് 3/4 ഭാഗം എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. തിരിച്ചും മറിച്ചും ചിക്കൻ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നാൽ മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി മറ്റേ ഭാഗം കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതെടുത്ത് മാറ്റാം. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ വെള്ളമില്ലേ അതവിടെ മൂടി വെച്ച് കൊടുക്കാം. ചിക്കനെ എടുത്ത് മാഗി ക്യൂബിൻ്റെ ബാക്കി ഉണ്ടായിട്ടില്ലേ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇച്ചിരി കളർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. മാഗി ക്യൂബ് ഇല്ലതല്ല, അപ്പോൾ അതിൽ ഉപ്പുണ്ടാകും. കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 3 പീസ് ചിക്കനും ഇട്ടിട്ട് നല്ലോണം മസാല പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പിടിപ്പിക്കണം. ഇത്രയും മതി. നന്നായി മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു തവയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. വേവിച്ച ചിക്കനാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു വലിയ തക്കാളി എടുക്കണം. നന്നായി പഴുത്ത തക്കാളി ആയിരിക്കണം. അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അത് ഈ ചിക്കൻ വേവിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാട്ടരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതേ തോതിൽ എടുക്കണം. 1 കിലോ മന്തി റൈസിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇത്രയും സ്പൈസസ് എടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായാൽ അതിലേക്ക് ഏലക്കായ, കുരുമുളക്, വലിയ ജീരകം, കറുപ്പ ഗ്രാമ്പൂ, പിന്നെ 2-3 പച്ചമുളകും ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കി കട്ടാക്കിയതും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. അതും വഴറ്റി വന്നാൽ അതിലേക്ക് ഡ്രൈ ലെമണില്ലേ അതും ബേ ലീഫ് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സായി വന്നാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം ഒരു പാട്ടരിക്ക് 1.5 കപ്പ് വെള്ളം വേണമല്ലോ, അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം മാത്രം പോരല്ല. അപ്പോൾ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും ഈ ചിക്കൻ വേവിച്ച വെള്ളത്തോടു കൂടി വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇടക്കിടക്ക് തുറന്നിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കണം. ഈ വെള്ളം ലെവലായി വന്ന ശേഷം വേണം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതുപോലെയുള്ള കയ്യിലെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. മൊത്തത്തിൽ ഇതുപോലെ 2-3 പ്രാവശ്യം മിക്സാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതില്ലേ അതുകൂടി മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചാർക്കുള ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തീ കത്തിച്ചെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാർക്കുള ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചിരട്ടിയില്ലേ അത് കത്തിച്ചിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആക്കിയെടുത്താലും മതി. ഒരു 3 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 2-3 വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് മന്തിക്ക് ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.